വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളിയുടെ ഒരു പ്രതികരണം വലിയ ചർച്ചയാണ്. NSS അതിനെ പിന്തുണയ്ക്കുകയാണ്. എങ്ങനെയാണ് UDF കാണുന്നത്? UDF എതിരാകുമോ ഈ ഒരു പ്രസ്താവനകളൊക്കെ? ഞങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ ജനവിഭാഗമായിട്ട് ഒരുമിച്ച് പോകണം എന്നുള്ള ഒരു സമഭാവനയുള്ള രൂപത്തിലാണ്. ഞങ്ങൾ ആരുമായിട്ട് വഴക്കുണ്ടാക്കാനില്ല, ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാനില്ല. ഞങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് ആവശ്യമായ രൂപത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് സമിതികളുടെ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി അത് കുറച്ചുകൂടെ ഗ്ലയറിങ് ആയി, ഇനി അതിനേക്കാൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് പറ്റത്തക്ക രൂപത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത. ഈ സമുദായ നേതാക്കൾക്ക് അത് മനസ്സിലാകാതെ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? പ്രത്യേകിച്ചും UDF അധികാരത്തിൽ വന്ന ഭരിക്കുക മുസ്ലിം ലീഗാണെന്നുള്ള പ്രതികരണം നടത്തുന്നു. അതുപോലെ തന്നെ നായർ മുതൽ നസ്രാണി വരെ ഒന്നിക്കണമെന്നൊരു നിലപാട്. ഞങ്ങളിപ്പോൾ പറഞ്ഞത് ഇതെല്ലാം യോജിക്കുന്നതെല്ലാം ഞങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ഇത് അവരുടേതായ അഭിപ്രായ പ്രകടനങ്ങൾ പറയുകയാണ്, ശരിയാണ്. ആ കാഴ്ചപ്പാടിൽ ഞങ്ങൾ അതിന് കറക്റ്റാണ് എന്ന് തന്നെയുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങളെക്കുറിച്ച് ഒറ്റ തിരിഞ്ഞ് പറയുന്ന ഒന്നും അല്ലല്ലോ. ഞങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ ലക്ഷ്യം വ്യത്യസ്തമാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഈ പറഞ്ഞതുപോലെ കേരളത്തിലൊരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. ആ പരിശ്രമത്തിൽ ഞങ്ങൾക്ക് പോസിറ്റീവായ സിഗ്നൽസാണ് ഇന്ന് വരെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. സാറേ, ഈ പക്ഷേ വെള്ളാപ്പള്ളി പറയുന്ന വാക്കുകൾ വളരെ രൂക്ഷമാണ്. അതായത് ഈഴവ വിരോധി എന്നൊക്കെയാണ് VD സതീശനെ വിളിക്കുന്നത്. അത്തരത്തിലുള്ള ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അദ്ദേഹമായിട്ടൊന്നും ഒരു തർക്കത്തിനുമില്ല. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്, എത്രയോ പ്രായം ചെന്നാളാണ്. ഞാനതിന് ഒരു എൻ്റെ നാക്കുകൊണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പല അഭിപ്രായങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ വരും. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായ ക്രോഡീകരണം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു നല്ല സംശുദ്ധ രാഷ്ട്രീയ മൂവ്മെൻറ്റാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ സമുദായ നേതാക്കൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്താൻ അവരുമായി ഒരു ചർച്ച നടത്താൻ UDF ശ്രമിക്കുമോ, കോൺഗ്രസ് ശ്രമിക്കുമോ? വരട്ടെ, അതിലേക്ക് നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതാണ്. അത് സത്യത്തിൽ അതിന് രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് UDFൻ്റെ ലീഡർഷിപ്പും പാർട്ടിയുടെ ലീഡർഷിപ്പുമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്, ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. അതങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരട്ടെ. അവർ സ്വാഭാവികമായിട്ട് ഇതെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ടേ. അപ്പോൾ അവരുടേതായ നിഗമനങ്ങളുണ്ടാകും, അവരുടേതായ അപ്രോച്ച് ഉണ്ടാകും. അത് നന്നായി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും കാത്തിരിക്കുന്നത്. UDF നേതാക്കൾ കേരള കോൺഗ്രസിനെ എങ്ങനെ സ്ഥിരമായി ക്ഷണിച്ചത് അവരുടെ രാഷ്ട്രീയ മൈലേജ് കൂട്ടാൻ ഇടയാക്കി എന്നൊരു ആക്ഷേപം പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എങ്ങനെ കൂട്ടാനാണ്? ഒരു ത്രാസിനകത്ത് ഒരു ഭാഗത്ത് അവരെല്ലാം LDF അതിൻ്റെ തൂക്കം എല്ലാം കൂടെ കൂടി ഒരു ത്രാസിനകത്തുണ്ട്. അതിനകത്തുനിന്ന് ഒരു കക്ഷി ഇളകി, അല്ലെങ്കിൽ ഇളകുന്നതിൻ്റെ സൂചനകൾ കണ്ടു. അപ്പോൾ ഉടനെ മറുഭാഗത്ത് അങ്ങ് ശക്തി കൂടി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് ഇളകിയ കട്ടി അവിടെ ഇരുന്നു എന്നത് തന്നെ കൊണ്ടു. അതിനകത്ത് കേരളത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനങ്ങളുടെ വിധിക്കകത്ത് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ. ആ ജനങ്ങളുടെ വിധിയായിട്ട് തന്നെ നിൽക്കുകയാണ്. ആ വിധിയെ അവർ മുഖവിലേക്ക് എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ആ വിധിയെ മുഖവിലേക്ക് എടുക്കും എന്നുള്ള പ്രതീക്ഷയുള്ള ഒട്ടനവധി ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു. അവരുടെ തീരുമാനം ആ നിലയിൽ തന്നെ നിൽക്കട്ടെ. അവരിരുന്ന ഭാഗത്ത് തന്നെ അവർ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പൊളിറ്റിക്സിൻ്റെ ബാലൻസിനകത്ത് വ്യത്യാസം ഉണ്ടാകും.